ശ്രീ എം ജയചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാൽകുമാർ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമയം ഒന്ന് അതിക്രമിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരെ രക്ഷിക്കാൻ വേണ്ടി അവരിനി എന്ത് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു അവസരം കൊടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇവിടെ രാജ്യത്ത് ഇങ്ങനൊരു പാർട്ടി ആവശ്യമാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. BJPയെ പ്രതിരോധിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ, കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കി അങ്ങനൊരു പാർട്ടി ഇവിടെ ഉണ്ടാക്കി നിർത്തണം എന്നുള്ളത്, അത് തകരാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ചർച്ചയിലൂടെ മാത്രം അവതരിപ്പിച്ച് തീർക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ പറയുന്നൊരു കാര്യത്തിൽ ആ കാര്യം ചർച്ച ചെയ്യാതെ ഡീലും മറ്റ് തരത്തിലുള്ള നുണകളും എന്നൊക്കെ ശ്രീ പിണറായി പോലും നുണയാണ് എന്ന് അപ്പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? അതാണോ ജനങ്ങൾ എടുക്കേണ്ടത്? ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഘട്ടത്തിൽ താങ്കൾ എന്താണ് പറയുക? ഡോക്ടർ ലാൽ, ജനങ്ങൾ ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അവരിത് അറിയുന്നുണ്ട് എന്താണ് നടക്കണമെന്നുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ മാത്രം ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏകദേശ തുക എന്ന് പറയുന്നത് 2,80,000 കോടി രൂപയുടെയാണ് കേട്ടോ. ഒരു മണ്ഡലത്തിൽ ശരാശരി 2,000 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടെ നടന്നു. അതാണ് സാമാന്യ കണക്ക്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ 3,000 ആയിട്ടുണ്ട്, 3,500 മണ്ഡലങ്ങളുണ്ട്. ചിലതിൽ 1950 ആയിട്ടുണ്ട്, 2,200 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശരാശരി മാത്രമേ എടുക്കുന്നുള്ളൂ. 2,80,000 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടന്നു എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രത്യേകത. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടെ കേരളത്തിൽ സംഭവിച്ച സുപ്രധാനമായ കാര്യം ഒന്ന്. ആ സുപ്രധാനമായ കാര്യം കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണ്? ഈ 140 മണ്ഡലങ്ങളിലെയും സാധാരണക്കാരടക്കമുള്ള ജനങ്ങൾക്ക് തന്നെയാണെന്ന് ഏത് കോൺഗ്രസ്സുകാരനും സമ്മതിക്കേണ്ടി വരും. കാരണം ഒരൊറ്റ പ്രതിപക്ഷ MLAക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, ഞങ്ങളുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ, ഒരു പ്രതിപക്ഷ MLAക്കും ഇല്ല. ഇത് മുഴുവനും ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയത് മുഴുവനും കിഫ്ബി വഴിയായിരുന്നു. അതും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോഴാണല്ലോ എന്നാൽ ഇവരുടെ കഴുത്തിന് പിടിക്കണം എന്നോർത്ത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് കിഫ്ബി എന്നുള്ള സംഖ്യ മാറ്റുന്നത് യൂണിയൻ ഗവൺമെന്റ്. എന്നിട്ടും കേരളം അത് നിർത്തിയില്ല. അതൊരു വശത്ത് നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന കാര്യമാണ് ക്ഷേമപ്രവർത്തനങ്ങൾ. ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു വർഷം എത്ര കോടി രൂപയാണ്? ഒരു മാസം 900 കോടി രൂപയായിരുന്നു അന്ന്. ഇപ്പൊ അത് വർദ്ധിച്ച് 14,500 കോടി രൂപയായിട്ടുണ്ട് പ്രതിമാസം. അപ്പൊ മുൻപ് ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത് 900 കോടി രൂപ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാസം 900 കോടി രൂപ സാധാരണക്കാരുടെ കയ്യിലേക്ക്, കേരളത്തിൽ വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ചലനം, സാമ്പത്തികമായ ചലനം, അതങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുന്നത്. അത് സാധാരണ മുറുക്കാൻ കടയിലേക്കും മാർക്കറ്റിലേക്കും പച്ചക്കറി ചന്തയിലേക്കും അല്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങിക്കാനോ ഒക്കെ ആയിട്ട് അത് മാറുന്നുണ്ട്. അതെവിടെങ്കിലും നിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെ ഈ ഏറ്റവും ചെറുകിട കച്ചവടക്കാരന്റെ കച്ചവടം വരെ ചലനാത്മകമാക്കി നിർത്തിയ 5 വർഷങ്ങൾ കൂടെയാണിത്. അതുകൊണ്ട് അപ്പൊ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്തു കാണിക്കാൻ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ ചെയ്ത 5 വർഷങ്ങൾ, ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ തങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഇന്ന് പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമായി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രാധാന്യം. ആ പ്രാധാന്യത്തോട് കടപിടിക്കത്തക്ക നിലയിലോ അല്ലെങ്കിൽ വിദൂരമായിട്ടെങ്കിലും അതിനോട് ഒപ്പിച്ച് ചേർത്ത് വെക്കാവുന്ന നിലയിലോ ഒരു പ്രതിപക്ഷ സ്വപ്നമെങ്കിലും കേരള ജനതയ്ക്ക് മുമ്പിൽ വെക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്, പ്രധാന പ്രതിപക്ഷമായ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ കാര്യങ്ങൾ അവരവരുടെ മണ്ഡലങ്ങളിൽ പറയുന്നുണ്ട്. LDF പറയുന്നുണ്ട്, UDF പറയുന്നുണ്ട്, NDAയും പറയുന്നുണ്ട്. പക്ഷെ എന്താണ്
ഇപ്പൊ ഇന്ന് വെച്ച പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിന് വിദൂരമായെങ്കിലും സാമ്യമുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ചെയ്യാൻ അധികാരമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്. എന്ത് കാഴ്ചപ്പാടാണുള്ളത്? അവർ ഇറക്കിയല്ലോ, ഒരു പ്രകടന പത്രിക പോലെ ഒരു സാധനം ഇറക്കിയല്ലോ. പിന്നെ പ്രധാനമായിട്ടും 5 ഗ്യാരണ്ടിയും ഇതാണല്ലോ വന്നത്. പിന്നെ വന്നത് മുഴുവനും വിവാദങ്ങളുടെ അകമ്പടിയോടുകൂടി ഉള്ള കുറെ വെടിപ്പടക്കങ്ങളായിരുന്നു. ഈ വെടിപ്പടക്കങ്ങളിൽ നിന്ന് എന്താണ് ഉത്പാദിപ്പിച്ചത്? കോൺഗ്രസ്, UDF തുടങ്ങി വെച്ചത് VD സതീശൻ തന്നെ ആയിരുന്നല്ലോ. ഡീൽ വിവാദം, BJP CPM ഡീൽ എന്നുള്ള വിവാദമാണല്ലോ ആദ്യം മുമ്പോട്ട് വെച്ചത്. കേരളത്തിലെ 10 മണ്ഡലങ്ങളിൽ CPM BJP ആയിട്ട് ഡീല് നടത്തുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. പിന്നീട് അങ്ങോട്ട് മാറി KC വേണുഗോപാൽ ഉൾപ്പെടെ ആ ആരോപണം ഏറ്റെടുത്തിട്ട് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഡീൽ എന്നുള്ളതായി. ഒരാഴ്ചയോടുകൂടി അത് നനഞ്ഞ പടക്കമായി, അല്ലെങ്കിൽ കാറ്റുപോയ ബലൂൺ പോലെ. അതിന് ഒരു ശക്തിയുമില്ല, ആരും അതിന് പ്രാധാന്യം കൊടുക്കാത്ത നിലയായി. ഇവരോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെ വലിയൊരു സന്നാഹമുണ്ട്. ആ മാധ്യമ സന്നാഹങ്ങളൊക്കെയും അതിൽ നിന്ന് പിൻവാങ്ങുന്ന നിലയുണ്ടായി. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇനി ചെയ്യാൻ വയ്യാത്ത സ്ഥിതി ആയപ്പോഴേക്ക് അത് അവസാനിപ്പിച്ചിട്ട് പിന്നെ പുതിയ ഓരോ വിവാദങ്ങൾ ആയിട്ട് കൊണ്ടുവരുന്നതാണ് SDPI വിവാദം. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായി കൊണ്ടിരുന്ന പുതിയ വിവാദം എന്തൊക്കെയായിരുന്നു താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. നിർമ്മല സീതാരാമനെ കണ്ട വിവാദം, അമിത്ഷായെ പോയി കണ്ട വിവാദം, പിന്നെ അമിത്ഷായുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയ വിവാദം. ഇതിനൊന്നും തെളിവില്ല. ഇത് മാത്രമല്ല, വേറെ ഏതോ ഒരു വലിയ കേസിൽ KC വേണുഗോപാൽ ഒരിക്കൽ പറയുന്നത് കേട്ടു, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. 2 പ്രാവശ്യം ആകെ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പ്രതികരണം ഉണ്ടായത്. ഇത് കഴിയുമ്പോൾ ഇന്ന് കണ്ടില്ലേ, ഇന്ന് നമ്മൾ കാണുന്നത് പിന്നെ ഇദ്ദേഹം പഴയ KPCC പ്രസിഡന്റ് സുധാകരൻ വന്ന് പറയുന്നത് കേട്ടല്ലോ. പിന്നെ അങ്ങനെ വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ് VD സതീശൻ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹം വനവാസത്തിന് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു കൃത്യമായ ഒളിയമ്പുകൾ തീരുമാനിച്ചു തന്നെ പ്രയോഗിക്കുന്നത് കാണുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സംഗതിയും പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ജനുവരി 1-ാം തീയതി മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ച ഒരു കത്ത്. അതെ, സുധാകരന് MP ആകാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത്, അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ആ കത്ത്. അത് വ്യാജമാണെന്നൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കലാണല്ലോ ഇനിയിപ്പോൾ അടുത്ത പണി. നാളെ അതിന്റെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൈരളിയും ദേശാഭിമാനിയും ഇവിടെ നിൽക്കരുതെന്നുള്ള അടുത്ത ടി.ഒ. മോഹന് ആ കണ്ണൂർ സീറ്റ് കൊടുക്കണം, സുധാകരന് കൊടുക്കരുത് എന്ന് AICC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് കത്തയക്കുന്നതാണ് നമ്മൾ അതിൽ കാണുന്നത്. അത് വ്യാജമോ ഉള്ളതോ കള്ളമോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ ബന്ധപ്പെട്ടവർ. പക്ഷെ നമ്മൾ വായിക്കുന്ന കത്തിലുള്ളത് ഇങ്ങനെയാണ്: കൊടുക്കരുത് ഇയാൾക്ക് സീറ്റ്, സുധാകരന് സീറ്റ് കൊടുക്കരുത്, അവിടെ ടി.ഒ. മോഹൻ തന്നെ സീറ്റ് കൊടുക്കണം എന്ന് മുൻകൂട്ടി KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് കത്തെഴുതുകയും അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. ഇങ്ങനെ പെരുമാറുന്ന, ഇങ്ങനെ പ്രതികരിക്കുന്ന, സംഘടനയെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഒരു കോൺഗ്രസ് ആണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. അതേസമയം പിന്നെ ഭരണപക്ഷത്തെ നിങ്ങൾ നോക്കിക്കോളൂ. ഭരണപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അബറേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് എതിരാളികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ? ഇല്ല, അതാണ് ശ്രീ M. ജയചന്ദ്രൻ നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്.